നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര വെള്ളിയാഴ്ച നടക്കും. ശനിയാഴ്ച മുതൽ ഏകാദശി വിളക്കാഘോഷങ്ങൾക്ക് തുടക്കമാകും. ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വിളംബര ഘോഷയാത്ര നടത്തുന്നത്. വൈകിട്ട് സത്രം ഗേറ്റിൽ നിന്ന് ആരംഭിച്ച ക്ഷേത്രത്തിന് പുറത്ത് പ്രദക്ഷിണം ചെയ്യും. തുടർന്ന് കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിൽ ദീപോജ്വലനം നടത്തും. കാര്യാലയ ഗണപതിക്ക് വിശേഷാൽ പൂജ, കേളി, പുഷ്പാലങ്കാരം, ദീപാലങ്കാരം, പ്രസാദ വിതരണം എന്നിവയും ഉണ്ടാകും. പാലക്കാട് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വകയാണ് ആദ്യ ദിവസത്തെ വിളക്കാഘോഷം. ക്ഷേത്രനഗരിയെ ഉത്സവലഹരിയിലാക്കി വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും മത്സരബുദ്ധിയോടെ 30 ദിവസം ചുറ്റുവിളക്ക് തെളിയിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മേളത്തോടെയുള്ള ശീവേലി എഴുന്നള്ളിപ്പ്, രാത്രി വിശേഷാൽ ഇടയ്ക്കവാദ്യം, നാഗസ്വരം എന്നിവയോടെയുള്ള വിളക്കെഴുന്നള്ളിപ്പ്, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും ഉണ്ടാകും. ഏകാദശിയോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവം നവംബർ 16 തുടങ്ങും. 17 രാവിലെ മുതലാണ് സംഗീതാർച്ചനകൾ ആരംഭിക്കുക. തുടക്കക്കാർ മുതൽ പ്രഗത്ഭർ വരെ ഗുരുവായൂരപ്പന് മുമ്പിൽ സംഗീതാർച്ചന നടത്തും. ഡിസംബർ 1 പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം ഗുരുവായൂർ നഗരസഭ ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് പുരസ്കാരം സമ്മാനിച്ചു. 10 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. നഗരസഭാ ചെയർപേഴ്സൺ M. കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് എന്നിവരാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പാവറട്ടി സ്വദേശികളായ വെള്ളറ ജിതിൻ രാജ്, ചൊവ്വലൂർ സ്വദേശി റോൾഫ്, ഗുരുവായൂർ സ്വദേശി പൂവത്തൂർ മിഥുൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭൂമിയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയുടെ 100% പോലും പുരുഷൻ അനുഭവിക്കുന്നില്ലെന്ന് കവിയും മാധ്യമപ്രവർത്തകനുമായ സുബീഷ് തെക്കോട്ട് പറഞ്ഞു. പെരിങ്ങോട് HSSലെ SSLC വിദ്യാർത്ഥികൾക്കായി അറിവ്, ആനന്ദം, ജീവിതം എന്ന വിഷയത്തിൽ പ്രത്യേക ക്ലാസ് നയിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ശാരീരികവും മാനസികവുമായി ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന പുരുഷന് പങ്കിട്ടെടുക്കാൻ പോലും ആകാത്തതാണ്. അതിനാൽ സ്ത്രീയെ അറിയാനും അംഗീകരിക്കാനും പുരുഷൻ തയ്യാറാകണം. റിലേഷൻഷിപ്പിനിടയിലോ പ്രണയാഭ്യർത്ഥന നിരസിച്ചുകൊണ്ടോ അവൾ നോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഓരോ ആൺകുട്ടിക്കും സാധിക്കണം. പെട്രോൾ ഒഴിച്ച് തീ വെച്ചു കൊല്ലുകയല്ല, കൂടുതൽ സ്നേഹത്തോടെ ആ പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. ആത്മഹത്യയോ മദ്യമോ മയക്കുമരുന്നോ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. ഒപ്പമുള്ളവരെ സഹായിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടതുണ്ട്. യുദ്ധങ്ങൾ പോലും ചർച്ചകളിലൂടെ അവസാനിപ്പിക്കുന്ന കാലത്ത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ചു തീർക്കാൻ നമ്മൾ പഠിക്കണം എന്നും സുബീഷ് തെക്കൂട്ട് പറഞ്ഞു. നമ്മുടെയൊക്കെ വീടിന് ഒരു വരാന്ത അല്ലെ, അകത്തേക്ക് കടന്നാൽ ഒരു ഹാള്, പിന്നെ ഒരു അടുക്കള, കിടക്കാനുള്ള 1-2 മുറികൾ അല്ലെ. എനിക്ക് വീടില്ല, എനിക്ക് അങ്ങനത്തെ മുറികളുമില്ല. എനിക്കിപ്പോ 40 വയസ്സ് കഴിഞ്ഞു, ഞാൻ പ്രായമൊന്നും കഴിക്കുന്നില്ല. പക്ഷെ ഭൂമിയിൽ ഒരിടത്തും എനിക്ക് 1 സെന്റ് സ്ഥലമോ വീടോ ഇല്ല. ഞാൻ തിരുവനന്തപുരത്ത് വാടക വീട്ടിലാണ് കുറേ വർഷങ്ങൾ താമസിച്ചത്. ഇപ്പോൾ കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് വീട് വെക്കാനുള്ള ഉദ്ദേശവുമില്ല. കാരണം എനിക്ക് ലോൺ എടുത്ത് EMI അടച്ച് ജീവിതം ദുരിതപൂർണ്ണമാക്കാൻ ഒരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ സന്തോഷത്തോടെ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. എനിക്ക് പ്രഷറില്ല, ഷുഗറില്ല. സ്കൂളിലെ 400ഓളം വിദ്യാർത്ഥികളുമായി അദ്ദേഹം 5 മണിക്കൂർ സംവദിച്ചു. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. നേരത്തെ PTA പ്രസിഡന്റ് K. രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തൃത്തല AEO K. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. HM ജയദ, PB അഭിലാഷ്, ചന്ദ്രശേഖരൻ മാസ്റ്റർ, പ്രേംകുമാർ, ശ്രീജിത്ത് P, അഭിജിത്ത് MM, നിമിഷ P, അനുജ VS, സാജൻ മാസ്റ്റർ, റോജി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ കൊരട്ടിക്കര പാടശേഖരത്തിലെ വിരിപ്പ് കൃഷിയുടെ കൊയ്ത്ത് തുടങ്ങി. കാലാവസ്ഥ അനുകൂലമല്ലാത്തതും വിരിപ്പ് കൃഷിയിൽ വലിയ മെച്ചമില്ലാത്തതിനാലും ചുരുക്കം കർഷകർ മാത്രമാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. കൊരട്ടിക്കര പാടശേഖരത്തിൽ ഉമവിത്താണ് ഉപയോഗിച്ചിരുന്നത്. മികച്ച വിളവ് ലഭിച്ചില്ലെങ്കിലും നഷ്ടം സംഭവിക്കില്ലെന്നാണ് കർഷകരുടെ കണക്കുകൂട്ടൽ. ക്ഷേത്ര പരിസരത്ത് സംഭരിച്ചിരിക്കുന്ന നെല്ല് സമയബന്ധിതമായി മില്ലുകാർ കൊണ്ടുപോയില്ലെങ്കിൽ മഴയും മഞ്ഞും ഏൽക്കാതെ സൂക്ഷിക്കുന്നത് അധിക ചിലവിന് ഇടയാക്കുമെന്ന് കർഷകർ പറയുന്നു. സംഭരണ വില 30 രൂപയാണെങ്കിലും നെല്ലെടുക്കാൻ മില്ലുകാർ തയ്യാറാകാത്തതു കാരണം 24 രൂപയ്ക്ക് സ്വകാര്യ മില്ലുകൾക്ക് നെല്ല് നൽകേണ്ട അവസ്ഥയാണെന്നും പറയുന്നു.
നെല്ല് സംഭരണവും വിലയും വൈകാതെ ലഭിച്ചാൽ മാത്രമേ മുണ്ടകൻ കൃഷിക്കായി ഒരുക്കങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന കടവല്ലൂർ പഞ്ചായത്ത് സംഗമോത്സവത്തിന്റെ 2ാം ദിനത്തിൽ വയോജന സംഗമം നടന്നു. പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റിയും കുടുംബാരോഗ്യ കേന്ദ്രവും പഞ്ചായത്തും ചേർന്ന് നടത്തിയ വയോജന സംഗമം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്കായി നിരവധി പദ്ധതികളാണ് പഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്നതെന്നും ക്ഷേമ പെൻഷൻ, ആരോഗ്യ സംരക്ഷണം, പകൽ വീട് എന്നിങ്ങനെ പ്രായമായവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനുള്ള നിരവധി പദ്ധതികളാണ് സർക്കാർ നടത്തുന്നതെന്നും MLA പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയും ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയുമായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബിന്ദു ധർമ്മൻ, പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ പൂളയ്ക്കൽ, ICDS സൂപ്പർവൈസർ PU അശ്വതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത മദ്ദള കലാകാരൻ ഗോപാലകൃഷ്ണൻ, ഇലത്താള കലാകാരൻ അനിയൻ നായർ എന്നിവരെയും വയോജനങ്ങളെയും ആദരിച്ചു. ഒന്നോരും പോയോരും ചോര പൊടിച്ചൊരു മണ്ണന്ന് കതിരെല്ലാം കെട്ടണ പതിരല്ല പാറ്റണ നിറയട്ട് കഞ്ഞിന് ചിന്താരോ. അതുപോലെ മറ്റൊരു പാട്ടുണ്ട് ഉരുളിൽ തന്നെ, വടക്ക് കൊട്ടണം തെക്ക് തെച്ചോടും വെക്കണം കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ എന്താവോ. പഴയൊരു പാട്ട് എനിക്ക് എടുത്തു പറഞ്ഞത് താളത്തില് ദീപക്തൻ എന്ന് പറഞ്ഞൊരു സംഗീത സംവിധായകൻ. പൂർവ്വ വിദ്യാർത്ഥിയെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പഠിക്കാനായതിന്റെ സന്തോഷത്തിലാണ് പാവർട്ടി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. പുതിയ പാഠ്യപദ്ധതിയിൽ 7ാം തരം വിദ്യാർത്ഥികളാണ് വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ A. അയ്യപ്പനെക്കുറിച്ച് പഠിക്കുന്നത്. ലോകപ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനും പാവർട്ടി സ്വദേശിയുമായ ഡോക്ടർ A. അയ്യപ്പനെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി. 7ാം തരം സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന ശീർഷകത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡോക്ടർ A. അയ്യപ്പനെക്കുറിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടാനും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവസരം ലഭിച്ചിരിക്കുകയാണെന്ന് ഡോക്ടർ A. അയ്യപ്പൻ ഫൗണ്ടേഷൻ ചെയർമാൻ റാഫി നീലങ്കാവിൽ പറഞ്ഞു. പാവർട്ടിയിൽ 1905 ഫെബ്രുവരി 5-നാണ് ഐനിപ്പുള്ളി അയ്യപ്പൻ ജനിച്ചത്. ഏഷ്യയിലെ നരവംശശാസ്ത്ര സംഘടനയുടെ അധ്യക്ഷൻ, കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ, മദ്രാസ്, ആന്ധ്ര, ഒഡീഷ്യ സർവകലാശാലകളിൽ പ്രൊഫസർ, മദ്രാസ് മ്യൂസിയം ക്യൂറേറ്റർ, ആർട്ട് ഗാലറി സൂപ്രണ്ട്, കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ അംഗം തുടങ്ങി നിരവധി പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഒട്ടേറെ കൃതികൾ രചിച്ച അദ്ദേഹത്തെ വിവിധ അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. 1988 ജൂൺ 28-നാണ് ഡോക്ടർ A. അയ്യപ്പൻ വിട പറഞ്ഞത്. നടത്തി അതും സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടവരെ, കുളിച്ചരും, അതുപോലെ തന്നെ ഗോത്രവർഗങ്ങളും നായാടികളും, അങ്ങനെ സമൂഹം ഏറ്റവും ഒന്നിനും കൊള്ളാത്തവരെന്ന് കരുതിയിരുന്ന സമൂഹം അവഗണിച്ചവരെ കുറിച്ച് അദ്ദേഹം പഠനം നടത്തി. അദ്ദേഹം സ്വന്തം ഗ്രാമത്തെക്കുറിച്ച് പഠനം നടത്തി. ആ ഗ്രാമത്തെക്കുറിച്ചുള്ള പഠനം നടത്തി അദ്ദേഹം സോഷ്യൽ റവല്യൂഷൻ ഇൻ കേരള വില്ലേജ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതുന്നു. അങ്ങനെ ഒത്തിരിയേറെ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള പഠനങ്ങള് ഇന്ന് പാഠപുസ്തകത്തിലെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം പുതിയ തലമുറയ്ക്ക് പഠിക്കാനും അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാനും സാധിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം കൂടിയാണത്. അങ്കണവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാട്ടുകരയിലാണ് ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ആഹ്ലാദ പ്രകടനത്തിന് ശേഷം ചേർന്ന പൊതുയോഗം CITU മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രതിഭ പവിത്രൻ അധ്യക്ഷയായി. മുല്ലശ്ശേരി പ്രൊജക്ട് സെക്രട്ടറി NB ജയ, CITU പഞ്ചായത്ത് കോർഡിനേറ്റർ TD സുനിൽ, യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീബിത ഷാജി, ട്രഷറർ ഗീത, CPM ലോക്കൽ സെക്രട്ടറിമാരായ PA ഷൈൻ, BR സന്തോഷ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ദേശീയപാത 66 തിരുവത്ര ഓവർബ്രിഡ്ജിന് മുകളിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ് മലമ്പാമ്പിനെ കണ്ടത്.
പാലത്തിന് താഴെയുള്ള കുറ്റിക്കാടുകളിൽ നിന്നും പാലത്തിന് മുകളിലേക്ക് കയറിയതാവാമെന്ന് നാട്ടുകാർ പറഞ്ഞു. എടക്കഴിയൂരിൽ നിന്ന് സ്നേക്ക് കേച്ചർ ബീരാൻകുട്ടി സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇരട്ടകളായ അമൃത അനിൽകുമാറിനെയും അമേയ അനിൽകുമാറിനെയും കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. കോൺഗ്രസ് നേതാവ് കെ ജയശങ്കർ ആദരയോഗം ഉദ്ഘാടനം ചെയ്ത് ഉപഹാരം സമ്മാനിച്ചു. പഞ്ചായത്ത് മെമ്പർ എം.എ. അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം.എം. അലി, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം.എസ്. മണികണ്ഠൻ എന്നിവർ ത്രിവർണ്ണ ഷാൾ അണിയിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എൻ.എം. റഫീഖ്, സോണി സക്കറിയ, ശശിധരൻ കണ്ടംപുള്ളി, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അദിയാരത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാട്ടകമ്പാൽ ആനപ്പറമ്പ് കണ്ടംപുള്ളി വീട്ടിൽ അനിൽകുമാർ, വിനീത ദമ്പതികളുടെ മക്കളാണ് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ അമൃതയും അമേയയും. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഉറപ്പാക്കുക, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുന്നംകുളം ശബരിമല കർമ്മസമിതി പൊതുയോഗം സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ.പി. ശശികല മുഖ്യപ്രഭാഷണം നടത്തി. ഹിന്ദു ഐക്യവേദി കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് ടി. സുരേഷ് അധ്യക്ഷത വഹിച്ചു. തപസ്യ കലാ സാഹിത്യവേദി തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ മുരളി വെള്ളിത്തുരുത്തി, യോഗക്ഷേമ സഭ കുന്നംകുളം ഉപസഭ ട്രഷറർ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ചിറ്റഞ്ഞൂർ കാവിലക്കാട് ഭഗവതി ക്ഷേത്രം സെക്രട്ടറി അനിൽകുമാർ, തത്വരസികൻ പ്രസാദ് പുളിക്കൽ, മഹിളാ ഐക്യവേദി കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് ധനലക്ഷ്മി ടീച്ചർ, RSS കുന്നംകുളം ഖണ്ഡ് ഭൗതിക് ശിക്ഷൺ പ്രമുഖ് ടി.ഡി. ദിലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ സഹസംഘടനാ സെക്രട്ടറി A.S. പ്രേമരാജ്, താലൂക്ക് ജനറൽ സെക്രട്ടറി T.S. രമേശ്, താലൂക്ക് സെക്രട്ടറി സന്തോഷ് ചൊവ്വലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശബരിമലയിലും ഇന്ന് എന്ത് ബാക്കിയുണ്ട്? ശബരിമലയല്ല, ദേവസ്വം ബോർഡ് ഭരിക്കുന്ന 100 ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇതാണ്. നമുക്കറിയാം. എന്തിനാണിത്? സമ്പത്തിന് മാത്രമാണോ? സമ്പത്തിനാണെങ്കിൽ ഇഷ്ടംപോലെ സ്വർണ്ണ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ഒളിപ്പിച്ചു കൊണ്ടിരുന്ന സ്വർണത്തെ പറ്റിയും കേട്ടിട്ടുണ്ട്. അതൊന്നും ഏതായാലും നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം സ്വർണത്തിനൊന്നും പുറകെയല്ല പോയേക്കുന്നത്. അപ്പം കേവലം സ്വർണം അടിച്ചെടുക്കുക, അത് സ്വർണം എവിടെ കണ്ടാലും ഈ കാന്തം ഇരുമ്പിനെ ആകർഷിക്കും അല്ലേ? ഇരുമ്പ് എവിടെ കണ്ടാലും കാന്തം ആകർഷിക്കും. ഈ മണ്ണിന്റെ മുകളിൽ കൂടി കാന്തത്തിന്റെ ഒരു കഷ്ണം കൊണ്ടായാൽ കുറെ ഇരുമ്പ് പൊടി പിടിക്കും. കാരണം മണ്ണിന് ഇരുമ്പുണ്ട് നമുക്കറിയില്ല, പക്ഷേ മണ്ണിന്റെ മുകളിൽ കൂടി ഒരു കാന്തം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ചെയ്തിരുന്നുള്ളൂ. അതിങ്ങനെ വെച്ചാൽ നിറയെ കറുത്ത പൊടി ഇങ്ങനെ പിടിക്കും, ഇരുമ്പിന്റെ പൊടിയാണ്. അപ്പൊ മണ്ണിന്ന് പോലും കാന്തം ഇരുമ്പിനെ ആകർഷിച്ചെടുക്കും. നമുക്ക് സത്യം. SIR കേരളത്തിൽ തിരക്കുപിടിച്ച് നടപ്പാക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് CPM പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K.M. നൌഷാദ് സമരം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു. P.S. പുരുഷോത്തമൻ, M.K. ശശിധരൻ, സുബിൻ S. ഷീജാമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. V. ശങ്കരനാരായണൻ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നന്ദിയും പറഞ്ഞു. തിരുവത്ര മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. അബുദാബി ഫോക്ലോർ അക്കാദമി ഹാളിൽ നടന്ന പരിപാടിയുടെ ആദ്യ സെഷനിൽ പ്രസിഡന്റ് E.P. മൂസ ഹാജി അധ്യക്ഷത വഹിച്ചു. സിംസാറുൽ ഹക്ക് ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. വർക്കിംഗ് പ്രസിഡന്റ് താഴത്ത് കോയ സ്വാഗതവും സെക്രട്ടറി ഫിറോസ് ചാലിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് കോൽക്കളി, മുട്ടിപ്പാട്ട്, ക്വിസ് മത്സരങ്ങൾ എന്നിവ നടന്നു. COO ലുലു ഗ്രൂപ്പ് VI സലീം ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്തു. E.P. മൂസ ഹാജി അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് K.H. താഹിർ ആമുഖ പ്രസംഗം നടത്തി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഷിദ് അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായി. ദുബായ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി T.S. ഷറഫുദ്ദീൻ, ഷാർജ അജ്മാൻ കമ്മിറ്റി പ്രസിഡന്റ് സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സംഗമത്തിൽ 35 വർഷത്തിലേറെയായി പ്രവാസ ജീവിതം നയിച്ച 30ഓളം മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു. വെൽഫെയർ പാർട്ടി സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയുടെ ഭാഗമായി വൃക്ക മാറ്റിവെച്ച ഗൃഹനാഥന് വായ്പ നൽകി. കൊരട്ടിക്കരയിലെ ചെറുകിട കച്ചവടക്കാരൻ അൻവർ പരുവക്കുന്നിന് കരിമ്പിൻ ജ്യൂസ് മെഷീൻ വാങ്ങുന്നതിനായി 25,000 രൂപയാണ് വെൽഫെയർ പാർട്ടി പരസ്പര സഹായ നിധിയിൽ നിന്നും വായ്പയായി നൽകിയത്. സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയുടെ വിതരണോദ്ഘാടനം FITU വഴിയോര കച്ചവട ക്ഷേമസമിതി കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ നിർവഹിച്ചു. വെൽഫെയർ പാർട്ടി കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. അനീസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് P.A. ബദറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറി M.A. കമറുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗം ഷബീർ അഹ്സൻ, M.H. റഫീഖ്,
ഷമീറ നാസർ എന്നിവർ സംസാരിച്ചു. UAE-യിലെ കുന്നംകുളം നിവാസികളുടെ സാംസ്കാരിക സംഘടന സമത കുന്നംകുളം 15ാം വാർഷികാഘോഷം ദുബായ് അൽ ഖുസൈസിലെ ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂളിൽ നടത്തി. വാർഷികാഘോഷം സിനിമാ താരം ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്തു. ലോക കേരള സഭാംഗം NK കുഞ്ഞഹമ്മദ്, സമത കുന്നംകുളം സെക്രട്ടറി സൈഫുദ്ദീൻ, പ്രസിഡന്റ് സുശീൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കുന്നംകുളത്തെ സാംസ്കാരികവും പൗരാണികവുമായ പ്രത്യേകതകളെ ഉൾക്കൊള്ളുന്ന വീഡിയോ പ്രദർശനവുമുണ്ടായി. തെയ്യവും കാളയും കാവടിയും ശിങ്കാരിമേളത്തോടുകൂടിയ ഘോഷയാത്രയും ശ്രദ്ധേയമായി. തുടർന്ന് അഞ്ജു ജോസഫ് ലൈവ് ബാൻഡ്, ലിബിൻസ് കറിയ എന്നിവർ ചേർന്നൊരുക്കിയ സംഗീത വിരുന്നുമുണ്ടായി. വാർഷികാഘോഷത്തിന് സമത ഭാരവാഹികൾ നേതൃത്വം നൽകി. 7000-ഓളം പേർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,045 രൂപ, പവന് 88,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 158 രൂപ. ചരമം: കരിക്കാട് കടമന കരുമത്തിൽ ഉണ്ണികൃഷ്ണൻ നായർ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതയായ വത്സല കുന്നത്താട്ടിൽ ഭാര്യയും നിഖില, നിതീഷ് എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.